ഡിയർ ഓൾ, ഈ സെഗ്മെൻറ്റിൽ നമ്മുടെ കോണ്ടൂർ ഇൻ്റഗ്രലിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. കോണ്ടൂർ ഇൻ്റഗ്രൽ ഉപയോഗിച്ചുകൊണ്ട് സർക്കുലേഷനും നെറ്റ് ഫ്ലക്സും നമുക്ക് കാണാൻ പറ്റും. സർക്കുലേഷൻ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി നമുക്കറിയാം, ഫ്ലൂയിഡ് ഫ്ലോയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വാണ്ടിറ്റിയാണ്. ഒരു ഫ്ലൂയിഡ് അതിൻ്റെ ഫ്ലൂയിഡ് ഫ്ലോയുടെ സർക്കുലേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പാത്തിലൂടെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ക്വാണ്ടിഫൈ ചെയ്യാനാണ് സർക്കുലേഷൻ ഉപയോഗിക്കുന്നത്. നെറ്റ് ഫ്ലക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൻഫ്ലോ മൈനസ് ഔട്ട്ഫ്ലോയുടെ ആ ഡിഫറൻസ് റേറ്റിനെയാണ് നെറ്റ് ഫ്ലക്സ് ക്വാണ്ടിഫൈ ചെയ്യുന്നത്. നമുക്ക് കോണ്ടൂർ ഇൻ്റഗ്രൽ ഉപയോഗിച്ചുകൊണ്ട് സർക്കുലേഷനും നെറ്റ് ഫ്ലക്സും കാണുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. See the idea. Let vector f be the vector function representing flow of a fluid along a positively oriented simple closed contour C. So this is a positively oriented contour C. എന്താണ് പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് കോണ്ടൂർ സി എന്ന് പറയുന്നത്? സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ക്ലോസ്ഡ് ആയിട്ടുള്ള സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡ് പോയിൻറ്റും സെയിം ആയിരിക്കണം. സിമ്പിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം ക്രോസ് ചെയ്യാത്ത, വേറെ എവിടെയും ക്രോസ് ചെയ്യില്ല. ഈ എൻഡ് പോയിൻറ്റ് മാത്രമേ കൂട്ടിമുട്ടുള്ളൂ, വേറെ എവിടെയും കൂട്ടിമുട്ടില്ല. ദാറ്റ് ഇസ് ഐഡിയ ഓഫ് സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ. പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് മീൻസ് ഓറിയൻറ്റേഷൻ രണ്ട് രീതിയിൽ കൊടുക്കാം. നമുക്ക് ഈ ഡയറക്ഷനിൽ ഓറിയൻറ്റേഷൻ കൊടുക്കാം, നേരെ തിരിച്ചും ഓറിയൻറ്റേഷൻ കൊടുക്കാം. പോസിറ്റീവ് ഓറിയൻറ്റേഷൻ ഓഫ് എ സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിലൂടെ മൂവ് ചെയ്യുമ്പോൾ, ഈ കർവിലൂടെ മൂവ് ചെയ്യുമ്പോൾ അത് ബൗണ്ട് ചെയ്യുന്ന അതിൻ്റെ ഇന്നർ പാർട്ട്, ഇന്നർ റീജിയൻ എന്ന് പറയുന്നത് ഈ ബൗണ്ടറിയിലൂടെ മൂവ് ചെയ്യുന്ന ആളുടെ ഇടതുവശത്ത് കീപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഡയറക്ഷൻ, അതിനെയാണ് പോസിറ്റീവ് ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. സി ദിസ് ഇസ് എ പോസിറ്റീവ് ഓറിയൻറ്റേഷൻ. ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് അയാളുടെ ഇടതുവശത്താണ് ഈ ഉൾഭാഗം വരുന്നത്. ഓക്കെ, നേരെ തിരിച്ചുള്ള ഡയറക്ഷൻ ആണെങ്കിലോ അയാളുടെ വലതുവശത്താണ് ഉൾഭാഗം വരിക. സോ ദാറ്റ് ഈസ് ദി നെഗറ്റീവ് ഓറിയൻറ്റേഷൻ. സോ പോസിറ്റീവ് ഓറിയൻറ്റേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വൈൽ മൂവിങ് along the contour, the inner region must be kept on the left side of the observer. ഓക്കെ, ദാറ്റ് ഇസ് ഐഡിയ. അങ്ങനെയാണെങ്കിൽ സർക്കുലേഷൻ അറൗണ്ട് സി, അതായത് ഫ്ലൂയിഡ് ഫ്ലോയുടെ സർക്കുലേഷൻ അറൗണ്ട് സി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സി എന്ന് പറയുന്ന പാത്തിലൂടെ എത്ര കണ്ട് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ ഡയറക്ഷൻ കീപ്പ് ചെയ്തുകൊണ്ട് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ക്വാണ്ടിറ്റിയാണ്. അതിനെ ക്വാണ്ടിഫൈ ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഗിവൺ ബൈ ദിസ് ഇൻ്റഗ്രൽ, ദിസ് ലൈൻ ഇൻ്റഗ്രൽ. This is a vector line integral. It is nothing but a tangential component of the fluid flow along C. Okay, f dot t, where t is the unit tangent vector to C. Similarly, net flux across C എന്ന് പറയുന്നത് it is a normal integral of the normal component of the fluid flow along the curve C. Net flux and meaning that is nothing but it is a quantity, it is a difference between inflow and outflow. ഔട്ട്ഫ്ലോയുടെയും ഇൻഫ്ലോയുടെയും ഡിഫറൻസിനെയാണ് ഈ നെറ്റ് ഫ്ലക്സ് കൊണ്ട് ക്വാണ്ടിഫൈ ചെയ്യുന്നത്. അത് വെക്ടർ ലൈൻ ഇൻ്റഗ്രൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ കാണാം. ഓക്കെ, ഇനി ഇവിടെ എഫിൻ്റെ കമ്പോണൻസ് യു വി എന്ന് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഈ എഫ് ഡോട്ട് ടിയും എഫ് ഡോട്ട് എന്നും നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. So by giving the component expressions for f, we get integral over c f dot t ds, that is an circulation around c will be of this form, integral u dx plus v dy over c. Okay, similarly normal component, that is the net flux, will be of this form, u dy minus v dx. Okay, പക്ഷേ ഇതിനെ നമുക്ക് കോണ്ടൂർ ഇൻ്റഗ്രലായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം? See, now put f of z equal to u plus iv. ഓക്കെ, യും വിയും ഈ എഫിൻ്റെ കമ്പോണൻസ് ആണ്, അപ്പോൾ അതിനെ കോംപ്ലക്സ് ഫോമിൽ എഴുതുന്നു. എഫ് ഓഫ് സെഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വി. ദെൻ ഫൈൻഡ് വാട്ട് ഈസ് എഫ് ബാർ. എഫ് സെഡ് ബാർ വിൽ ബി ഈക്വൽ ടു യു മൈനസ് ഐ വി. ഓക്കെ, സോ ലെറ്റ് മീ കമ്പ്യൂട്ട് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ബാർ ഡി സെഡ്. ഓക്കെ, ഇതിനെ നമുക്ക് കമ്പോണൻ്റ് ഫോമിൽ എഴുതാം. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ സി. എഫ് ബാറിൻ്റെ കമ്പോണൻ്റ് എന്ന് പറയുന്നത് യു മൈനസ് ഐ വി ആണ്. ദിസ് ഇസ് എ ഫോർമാറ്റ് ഓഫ് എഫ് ബാർ. ഡി സെഡ് എന്താണ്? സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആകുമ്പോൾ ഡി സെഡ് എന്ന് പറയുന്നത് ഡി എക്സ് പ്ലസ് ഐ ഡി വൈ. ഓക്കെ, ഈ എക്സ്പ്രഷൻ ഡി സെഡ് എന്ന് കൊടുക്കുന്നു. സോ ഐ ഹാവ് ഡി എക്സ് പ്ലസ് ഐ ഡി വൈ. ഓക്കെ, ഇനി ഈ ഇൻ്റഗ്രൻ്റ് ഞാൻ സിംപ്ലിഫൈ ചെയ്യുന്നു. യൂഷ്വൽ കോംപ്ലക്സ് മൾട്ടിപ്ലിക്കേഷൻ കൊടുത്താൽ എങ്ങനെ കിട്ടും? ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ സി. See this will be of this format, u dx plus v dy. That will be the real part of this product, and imaginary part will be u dy minus v dx. Okay, അപ്പോൾ ഈ ഇൻ്റഗ്രലിനെ രണ്ട് ഇൻ്റഗ്രലായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. കോണ്ടൂർ ഇൻ്റഗ്രൽ ലീനിയർ ആണല്ലോ, അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ ഓവർ സി യു ഡി എക്സ് പ്ലസ് വി ഡി വൈ, ദിസ് ഇൻ്റഗ്രൽ പ്ലസ്
I times I scalar ആണ്. So I times integral over c of u dy minus v dx. ഓക്കെ, അപ്പോൾ നോക്കൂ, എഫ് സെഡ് ബാറിൻ്റെ ഇൻ്റഗ്രലിനെ നമുക്കിപ്പോൾ രണ്ട് ലൈൻ ഇൻ്റഗ്രലായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൽ റിയൽ പാർട്ട് നോക്കൂ, ഈ ഇൻ്റഗ്രലിൻ്റെ റിയൽ പാർട്ട്, റൈറ്റ് സൈഡിൻ്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ യു ഡി എക്സ് പ്ലസ് വി ഡി വൈ. ദാറ്റ് ഈസ് പ്രിസൈസ്ലി അവർ സർക്കുലേഷൻ. Okay, and imaginary part is precisely the net flux. So that will be, this is equal to this quantity is integral over c f dot t ds, okay, plus I into integral over c f dot n ds എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നു ഈ റിയൽ പാർട്ട് എന്ന് പറയുന്നത് ആണ് സർക്കുലേഷൻ. ദിസ് ഇസ് എ സർക്കുലേഷൻ അറൗണ്ട് c plus I into this is the net flux around c. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഒരു ഫ്ലൂയിഡ് ഫ്ലോയുടെ സർക്കുലേഷനും നെറ്റ് ഫ്ലക്സും കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ കോണ്ടൂർ ഇൻ്റഗ്രേഷൻ ചെയ്താൽ മതി. ആ ഫ്ലൂയിഡ് ഫ്ലോയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആ ഫംഗ്ഷൻ ഏത് ലോ അനുസരിച്ചാണ് ഫ്ലൂയിഡ് ഫ്ലോ നടക്കുന്നത്, അതിൻ്റെ കോൺജുഗേറ്റിനെ കോണ്ടൂർ ഇൻ്റഗ്രേഷൻ നടത്താം. ഏത് കോണ്ടൂറിലൂടെയാണ് നമുക്ക് ഈ ക്വാണ്ടിറ്റീസ് കണ്ടുപിടിക്കേണ്ടത്, ആ സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറിലൂടെയുള്ള കോണ്ടൂർ ഇൻ്റഗ്രേഷൻ കോൺജുഗേറ്റിന് നടത്തുക. കോൺജുഗേറ്റിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് നമുക്കൊരു കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. ആ കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ടായിരിക്കും സർക്കുലേഷൻ, അതിൻ്റെ ഇമാജിനറി പാർട്ടായിരിക്കും നെറ്റ് ഫ്ലക്സ്. ഓക്കെ, so we have the following formula. Let f of z be a flow along a simple closed contour C, then circulation of the flow around C, or circulation of the fluid, or circulation of the flow around the contour C is the real part of this contour integral of f bar dz. Okay, and net flux across C, it is the imaginary part of the contour integral f bar dz. അപ്പോൾ സർക്കുലേഷനും നെറ്റ് ഫ്ലക്സും ഒറ്റയടിക്ക് കിട്ടുകയാണ് നമുക്ക് ചെയ്യുന്നത് ഈ കോണ്ടൂർ ഇൻ്റഗ്രലിലൂടെ. അപ്പോൾ സർക്കുലേഷനും നെറ്റ് ഫ്ലക്സും കമ്പ്യൂട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതിയാകും? ഈ കോണ്ടൂർ ഇൻ്റഗ്രൽ കമ്പ്യൂട്ട് ചെയ്താൽ മതി. അതായത് ഫ്ലൂയിഡിൻ്റെ ഫ്ലോ ഡിറ്റർമിൻ ചെയ്യുന്ന ഫംഗ്ഷനെ, അതിൻ്റെ കോൺജുഗേറ്റിനെ ആ സിയിൽ കോണ്ടൂർ ഇൻ്റഗ്രേഷൻ ചെയ്യുക. അതിൻ്റെ റിയൽ പാർട്ട് സർക്കുലേഷനും ഇമാജിനറി പാർട്ട് നെറ്റ് ഫ്ലക്സും ആയിരിക്കും. നമുക്ക് ഒന്ന് രണ്ട് പ്രോബ്ലംസ് നോക്കാം. See the problem. Given the flow f of z equal to 1 plus I times z, ഇതാണ് ഫ്ലോ ഫംഗ്ഷൻ. Compute the circulation around and the net flux across the contour C. C is a circle, mod z equal to 1. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുള്ളത് ഗിവൺ ഫ്ലോ തന്നിട്ടുണ്ട്, എഫ് ഓഫ് z equal to 1 plus I times z. ഓക്കെ, ഫ്ലോ തന്നിട്ടുണ്ട്, ഫംഗ്ഷൻ എഫ് ഓഫ് z equal to 1 plus I times z, and the contour തന്നിട്ടുണ്ട് C, that is a circle mod z equal to 1. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി കമ്പ്യൂട്ട് ചെയ്യേണ്ടത് എന്താണ്? കമ്പ്യൂട്ട് ചെയ്യേണ്ടത് സർക്കുലേഷനും നെറ്റ് ഫ്ലക്സും ആണ്. അത് കമ്പ്യൂട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഈ ഫ്ലോയുടെ കോൺജുഗേറ്റിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ കൺസിഡർ ദ ഇൻ്റഗ്രൽ, കോണ്ടൂർ ഇൻ്റഗ്രൽ ഓവർ സി ഓഫ് എഫ് ബാർ ഡി സെഡ്. എഫ് ബാർ ഡി സെഡ് എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രൽ ഓവർ സി. വാട്ട് ഈസ് എഫ് ബാർ? എഫ് ബാർ ഈസ് 1 പ്ലസ് ഐ സെഡിൻ്റെ കോൺജുഗേറ്റ് അല്ലേ? 1 പ്ലസ് ഐ സെഡിൻ്റെ കോൺജുഗേറ്റ് എന്താണ്? സി. എഫ് ബാർ സെഡ് എന്താ വരിക? ഇതിൻ്റെ കോൺജുഗേറ്റ് 1 പ്ലസ് ഐ ടൈംസ് ഇസഡിൻ്റെ കോൺജുഗേറ്റ്. വാട്ട് ഈസ് ദാറ്റ്? 1 പ്ലസ് ഐയുടെ കോൺജുഗേറ്റ് ഇൻറ്റു സെഡിൻ്റെ കോൺജുഗേറ്റ്. പ്രോഡക്റ്റിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത്, കോൺജുഗേറ്റ് ഓഫ് എ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കോൺജുഗേറ്റുകളുടെ പ്രോഡക്റ്റ് ആയിരിക്കും. സോ 1 പ്ലസ് ഐയുടെ കോൺജുഗേറ്റ് 1 മൈനസ് ഐ. സോ 1 മൈനസ് ഐ ടൈംസ് ഇസഡ് ബാർ. സോ ദിസ് ഇസ് 1 മൈനസ് ഐ ടൈംസ് ഇസഡ് ബാർ ഡി സെഡ്. ഓക്കെ, ഇനി ഇത് നമ്മൾ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം? ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ ഇവിടെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ കൊടുക്കണം. സി ഈക്വൽ ടു മോഡ് സെഡ് ഈക്വൽ ടു 1 ആണല്ലോ സി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സെഡ് എന്താ വരിക? സോ ദിസ് മീൻസ് സെഡ് ഓഫ് ടി ഈക്വൽ ടു ഇ റൈസ് ടു ഐ ടി, ടി ഫ്രം 0 to 2 pi, 0 less than or equal to t less than or equal to 2 pi. This is the parametric representation of this circle mod z equal to 1 c. അപ്പോൾ ഈ ഇൻ്റഗ്രലിൽ നമുക്ക് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം? ഈ പാരാമീറ്ററൈസേഷൻ ഇവിടെ കൊടുത്താൽ മതി. ഇൻ്റഗ്രൽ 0 to 2 pi അല്ലേ? 0 to 2 pi 1 മൈനസ് ഐ ടൈംസ് സെഡ് ബാർ. സെഡ് എന്ന് പറയുന്നത് ഇ റേസ് ടു ഐ ടി ആണ്. സോ വാട്ട് ഈസ് സെഡ് ബാർ? സോ സെഡ് ബാർ, സെഡ് ഓഫ് ടി ഈക്വൽ ടു ഇ റേസ് ടു ഐ ടി ആകുമ്പോൾ സെഡ് ബാർ ഓഫ് ടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇ റേസ് ടു നെഗറ്റീവ് ഐ ടി. ഓക്കെ, ദാറ്റ് ഈസ് എ കോൺജുഗേറ്റ്. സോ ഇ റേസ് ടു നെഗറ്റീവ് ഐ ടി ഡി സെഡ്. ഡി സെഡ് എന്ന് പറയുന്നത് എന്ത് വരും? ഡി സെഡ് ഈക്വൽ ടു ഇ റേസ് ടു ഐ ടി ഇൻറ്റു ഐ ഡി ടി. ദാറ്റ് ഈസ് ഡി സെഡ്.
ഓക്കെ. സോ ഇ റേസ് ടു ഐ ടി ഇൻറ്റു ഐ ഡി ടി ദാറ്റ് ഈസ് ഡി സെഡ്. ഇവിടെ നമുക്ക് സിംപ്ലിഫിക്കേഷൻ സാധ്യമാണ്. ഇൻ്റഗ്രൽ 0 to 2π. ഈ 1 മൈനസ് ഐ നമുക്ക് പുറത്തെഴുതാം. സോ വി ഹാവ് 1 മൈനസ് ഐ ടൈംസ് ഇൻ്റഗ്രൽ 0 to 2π. ഇവിടെ നോക്കൂ, ഇറേസ് നെഗറ്റീവ് ഐറ്റിയും ഇറേസ് ഐറ്റിയും കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. അത് 1 ആവും. സോ 1 ടൈംസ് ഐ, ഈ ഐയും നമുക്ക് പുറത്തെഴുതാം, ഡി ടി. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് ഐ ഇൻറ്റു ഐ ഇൻറ്റു ഡി ടി. ഇൻ്റഗ്രൽ ഡി ടി 0 to 2π എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 2π. ഓക്കെ, 2π. അതായത് ഈ ഇൻ്റർവെലിൻ്റെ ലെങ്ത് അത് കോൺസ്റ്റൻ്റ് ആണല്ലോ. 1ൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഏത് ഇൻ്റർവെല്ലിലാണോ ഇൻ്റഗ്രേറ്റ് ചെയ്തത് ആ ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്, ദാറ്റ് ഈസ് 2π. സോ 1 മൈനസ് ഐ ടൈംസ് ഐ ഇൻറ്റു 2π. ഇതിനെ നമുക്ക് റിയൽ പാർട്ട് ഇമാജിനറി പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ 2π ഇൻറ്റു ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഐ മൈനസ് ഐ സ്ക്വയർ അല്ലേ. ഐ സ്ക്വയർ ഈസ് -1. ഐ സ്ക്വയർ എന്ന് തന്നെ ഞാൻ എഴുതാം. ദാറ്റ് ഈസ് 2π ഇൻറ്റു ഐ മൈനസ് ഐ സ്ക്വയർ ഈസ് -1. സോ ഐ പ്ലസ് 1. ഇനി 2π കൊണ്ട് കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 2π പ്ലസ് 2π ഇൻറ്റു 1 പ്ലസ് ഐ ആണ്. സോ 2π ഇൻറ്റു ഐ പ്ലസ് 2π ഇൻറ്റു 1, ദാറ്റ് ഈസ് 2π ഇൻറ്റു 1 പ്ലസ് 2π ഐ. So we have got that integral over C of the conjugate f bar dz is obtained as 2π plus 2π I. Okay, so what is the circulation? Therefore circulation around C is the real part of this integral, that is equal to 2π. Okay, and net flux across C എന്ന് പറയുന്നത്, it is imaginary part of this integral. What is that? Imaginary part is 2π. Okay, 2π I എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് 2π. ഐ എഴുതാൻ പാടില്ല ഇമാജിനറി പാർട്ടിൽ. ഇമാജിനറി പാർട്ടും റിയൽ പാർട്ടും രണ്ടും റിയൽ നമ്പറുകളാണ്. ഓക്കെ, സോ ബോത്ത് റിയൽ പാർട്ട് ആൻഡ് ഇമാജിനറി പാർട്ട് ആർ 2π. സോ ബോത്ത് സർക്കുലേഷൻ ആൻഡ് നെറ്റ് ഫ്ലക്സ് ആർ സെയിം ഫോർ ദിസ് ഫ്ലോ. അപ്പോൾ ഇങ്ങനെയാണ് സർക്കുലേഷനും നെറ്റ് ഫ്ലക്സും കോണ്ടൂർ ഇൻ്റഗ്രൽ ഉപയോഗിച്ചുകൊണ്ട് കാണേണ്ടത്. ഓക്കെ, ഈ 4 പ്രോബ്ലം നിങ്ങൾ ചെയ്യണം. കമ്പ്യൂട്ട് ദ സർക്കുലേഷൻ ആൻഡ് നെറ്റ് ഫ്ലക്സ് ഫോർ ദ ഗിവൺ ഫ്ലോ ആൻഡ് ദ ഇൻഡിക്കേറ്റഡ് ക്ലോസ്ഡ് കോണ്ടൂർ. അപ്പോൾ ഒരു ഫ്ലോ തന്നിട്ടുണ്ട്, ഒരു ഫ്ലോ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, കറസ്പോണ്ടിങ് കോണ്ടൂറും തന്നിട്ടുണ്ട്, ക്ലോസ്ഡ് കോണ്ടൂറും മെൻഷൻ ചെയ്തിട്ടുണ്ട്. കമ്പ്യൂട്ട് ചെയ്യേണ്ടത് അതിൻ്റെ സർക്കുലേഷനും നെറ്റ് ഫ്ലക്സും. എന്ത് ചെയ്താൽ മതി? ഈ ഫ്ലോ ഫംഗ്ഷൻ്റെ കോൺജുഗേറ്റിനെ ആ കോണ്ടൂറിൽ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. എന്നിട്ട് അതിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും സെപ്പറേറ്റ് എടുത്ത് നോക്കിയാൽ നമുക്ക് റെസ്പെക്റ്റീവ്ലി സർക്കുലേഷൻ ആൻഡ് നെറ്റ് ഫ്ലക്സ് കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 1/z സി എന്നുള്ള സർക്കിൾ mod z = 2. ഇവിടെ പാരാമീറ്ററൈസേഷൻ കൊടുക്കാം. mod z = 2 ആകുമ്പോൾ എന്താണ് പാരാമീറ്ററൈസേഷൻ? z = 2 times e raised to it t from 0 to 2π. ഓക്കെ, രണ്ടാമത്തെ ഫംഗ്ഷൻ 2z. അപ്പോൾ 2zൻ്റെ കോൺജുഗേറ്റ് 2z ബാറിനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അറൗണ്ട് ദ സർക്കിൾ mod z = 1. mod z = 1ൻ്റെ പാരാമീറ്ററൈസേഷൻ z = e raised to it t from 0 to 2π. ഓക്കെ, മൂന്നാമത്തെ നോക്കൂ, 1/z-1 ബാർ ഉണ്ട് ഇവിടെ, ഡിനോമിനേറ്ററിൽ കോൺജുഗേറ്റ് ഉണ്ട്. അപ്പോൾ എഫ് സെഡ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനാണല്ലോ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. 1/z-1ൻ്റെ കോൺജുഗേറ്റ് വീണ്ടും എടുക്കുമ്പോൾ ആ കോൺജുഗേറ്റ് മാറിപ്പോവും. അപ്പോൾ എഫ് ബാർ z എന്ന് പറയുന്നത് 1/z-1 ആകും. അതിനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. സി ഇസ് എ സർക്കിൾ mod z-1 = 2. mod z-1 = 2ൻ്റെ പാരാമീറ്ററൈസേഷൻ എന്താണ്? mod z-1 = 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റർ 1ഉം റേഡിയസ് 2 ആയിട്ടുള്ള സർക്കിളാണ്. അതിൻ്റെ പാരാമീറ്ററൈസേഷൻ mod z-1 = 2 ആകുമ്പോൾ z-1 = 2 times e raised to it എന്നാണ് മീനിങ് വരിക. ഓക്കെ, 0 < t < 2π. അങ്ങനെ ആകുമ്പോൾ z എന്ന് പറയുന്നത് 1 + 2 times e raised to it. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. പക്ഷേ ഇവിടെ z-1ൻ്റെ എക്സ്പ്രഷൻ തന്നെ കൊടുത്താൽ മതി. ഇവിടെ z-1 എന്ന് പറയുന്നത് 2 e raised to it ആണ്. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ മതി, നിങ്ങൾക്കതിൻ്റെ എക്സ്പ്രഷൻ കിട്ടും. ഓക്കെ, ഫൈനൽ ക്വസ്റ്റ്യൻ f(z) = z ബാർ. അപ്പോൾ എഫ് ബാറിനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. f(z) = z ബാർ ആകുമ്പോൾ എഫ് ബാർ എന്താ വരിക? എഫ് ബാർ വിൽ ബി ഈക്വൽ ടു z തന്നെ വരും. സി ഇസ് ദ സ്ക്വയർ വിത്ത് വെർട്ടീസസ് 0, 1, 1 + i ആൻഡ് i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് ദ കോണ്ടൂർ. 0ൽ നിന്ന് 1ലേക്കുള്ള ആ പാർട്ട് വരും. പിന്നെ 1ൽ നിന്ന് 1 + iയിലേക്ക്. ഓക്കെ, രണ്ടാമത്തെ പാർട്ടായി. പിന്നെ 1 + iയിൽ നിന്ന് iയിലേക്ക്. സോ ദിസ് ഇസ് i. ഓക്കെ, പിന്നെ ഐയിൽ നിന്ന് 0ലേക്ക്. അപ്പോൾ ഇതാണ് ഈ 4 ലൈൻ സെഗ്മെൻറ്റ് ചേർന്നതാണ് ഇവിടെ സി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സ്ക്വയർ. അപ്പോൾ എഫിൻ്റെ കോൺജുഗേറ്റിനെ ഈ കോണ്ടൂറിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ലൈൻ ഇൻ്റഗ്രൽ 4 ലൈൻ ഇൻ്റഗ്രലായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ.
കേട്ടോ. ഇനി നമുക്ക് അടുത്ത സെഗ്മെൻറ്റിൽ നമ്മൾ കോഷ്യസ് തിയറം ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കോഷ്യസ് തിയറം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് ഇൻ്റഗ്രൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാതെ തന്നെ ഇതിൻ്റെ ആൻസർ റെഡിലി നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഇതിങ്ങനെ തന്നെ ചെയ്യുക. ഈ 4 സെഗ്മെൻറ്റുകളിലൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് സം ചെയ്താൽ അതിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, അതിൻ്റെ റിയൽ പാർട്ട് ആയിരിക്കും സർക്കുലേഷൻ, ഇമാജിനറി പാർട്ടായിരിക്കും നെറ്റ് ഫ്ലക്സ്. ഓക്കെ, അപ്പോൾ നെറ്റ് ഫ്ലക്സും സർക്കുലേഷനും എങ്ങനെയാണ് കോണ്ടൂർ ഇൻ്റഗ്രൽ ഉപയോഗിച്ചുകൊണ്ട് കാണുന്നത് എന്നാണ് ഇവിടെ നമ്മൾ വിശദീകരിച്ചത്. ഈ പ്രോബ്ലംസ് ചെയ്തു നോക്കുക, കിട്ടുന്നില്ലെങ്കിൽ പറയണം. ഓക്കെ, താങ്ക് യു.